ഹായ് മക്കളെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൽക്കീനിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ചർച്ച. അതിൽ 9 റിയാക്ഷൻസിൽ 4 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5ാമത്തെ റിയാക്ഷനാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ തുടക്കം മുതൽ കണ്ടിട്ട് വന്നാലേ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുള്ളൂ. തുടക്കം മുതൽ കണ്ടിട്ട് വരുന്ന ഒരാൾക്കും ഇത് വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ട്രാക്കിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിന് നിങ്ങൾക്കൊരു മാർക്ക് പോലും നഷ്ടപ്പെടില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പറയുന്ന പണിയെടുക്കണം, മാറ്റി വെച്ച് പണിയെടുക്കാൻ ഒരുങ്ങിക്കൊള്ളണം. അപ്പോൾ CM അക്കാഡമി മലപ്പുറത്ത് നടക്കുന്ന പരിപാടിയാണ്. അവിടെ റെസിഡൻഷ്യൽ ക്യാമ്പസുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. റിപ്പീറ്റർ ആണെങ്കിലും +2 വിദ്യാർത്ഥിയാണെങ്കിലും അവസാനത്തെ 1 മാസമോ 1.5 മാസമോ 2 മാസമോ CM അക്കാഡമിയിലേക്ക് മാറിയിട്ട് ഇവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് ഇവിടുത്തെ ക്ലാസ്സുകളും ഇവിടുത്തെ എക്സാമുകളും എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ കൂടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഹോസ്റ്റലിൻ്റെ ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. 5ാമത്തെ റിയാക്ഷൻ കമ്പഷനാണ്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണടാ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ നല്ലോണം എയറിൻ്റെ എക്സസ് ഓഫ് എയറിൻ്റെ പ്രസൻസിൽ ഒരു കോമ്പൗണ്ടിനെ കത്തിക്കുന്നതിനെ പറയുന്ന പേരാണ് കമ്പഷൻ. അപ്പോൾ കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നാണ്. ഇൻ പ്രസൻസ് ഓഫ് എന്താണ്? എക്സസ് എമൗണ്ട് ഓഫ് എയർ അല്ലെങ്കിൽ ഓക്സിജൻ, നന്നായി ഓക്സിജന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കമ്പഷൻ. ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ് കമ്പഷൻ. കംപ്ലീറ്റ് കമ്പഷനും ഉണ്ട്, ഇൻകംപ്ലീറ്റ് കമ്പഷനും ഉണ്ട്, ഇൻകംപ്ലീറ്റ് കമ്പഷനും ഉണ്ട്. കംപ്ലീറ്റ് കമ്പഷനിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റും ഇൻകംപ്ലീറ്റ് കമ്പഷനിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റും ഡിഫറൻ്റ് ആണ്. എന്താ കംപ്ലീറ്റ് കമ്പഷനും ഇൻകംപ്ലീറ്റ് കമ്പഷനും? കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ കത്തിക്കുക ഇൻ പ്രസൻസ് ഓഫ് എക്സസ് ഓഫ് എയർ. എക്സസ് ഓഫ് എയർ കൊടുത്തിട്ടാണ് അവിടെ റിയാക്ഷൻ നടത്തുന്നത്. പക്ഷേ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ എക്സസ് ഓഫ് എയർ അല്ല, ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ആണ്. ഓർത്ത് വെച്ചോളണം, ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ആണ്. അപ്പോൾ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ കത്തിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ. രണ്ടിലും ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഡിഫറൻ്റ് ആണ്. കംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഒരു ആൽക്കെയിൻ തരിക. അപ്പോൾ ഒരു ആൽക്കെയിനെ ഞാൻ കത്തിച്ചു കഴിഞ്ഞാൽ, ഏതൊരു ഹൈഡ്രോ കാർബണിനെ കത്തിച്ചു കഴിഞ്ഞാലും കാർബൺ ഡൈ ഓക്സൈഡും എന്തു കിട്ടും? വാട്ടറും കിട്ടും. നന്നായി കത്തിച്ചാൽ, കംപ്ലീറ്റ് കമ്പഷൻ നടത്തിയാൽ. ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിലോ കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന സാധനമാണ് കിട്ടുക. എന്താടാ? കാർബൺ ബ്ലാക്ക്. ഈ കാർബൺ ബ്ലാക്കിന്റെ ഒരു യൂസ് ഉണ്ട്. എന്താണ് അറിയോ? എഴുതി വെച്ചോളണം. അത് യൂസ്ഡ് ആസ് ഇങ്ക് ഇൻ പ്രിന്റർ. പ്രിന്റർ ഇല്ലടാ, പ്രിന്ററില്ലേ, പ്രിന്റ് ചെയ്യുന്ന പ്രിന്റർ, അതിലൊക്കെ ഇങ്കായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ കാർബൺ ബ്ലാക്കിനെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ആൽക്കെയിൻ പ്രൊഡ്യൂസ് പെർ കാർബൺ ബ്ലാക്ക്. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് കംപ്ലീറ്റ് കമ്പഷനെ കുറിച്ചാണ്. ഈ കമ്പഷന്റെ എക്സാമ്പിൾ പഠിപ്പിക്കുന്ന സമയത്ത് ചില കുട്ടികൾ ചില ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചിട്ട് വരാറുണ്ട്. CxHy + x + y/4O2 gives xCO2 + y/2 H2O എന്നുള്ള കാണാതെ പഠിച്ച ഇക്വേഷനുമായിട്ട് കണക്കിൽ കിടന്ന് ഇങ്ങനെ കളിക്കണത് കാണാം. എൻ്റെ പൊന്നുമക്കൾ, അതൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറയുന്ന പണി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ എത്ര കാർബൺ ഉണ്ടടാ? 2 കാർബൺ അല്ലേ? അപ്പോൾ 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. പഠിച്ചോ? എത്ര കാർബൺ ഉണ്ടോ അത്ര തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതിൻ്റെ പകുതി വാട്ടർ ഉണ്ടാവും. ഹൈഡ്രജൻ 4 അല്ലേ? അതിൻ്റെ പകുതി, അപ്പോൾ 2H2O. പരിപാടി കഴിഞ്ഞു. പ്രൊഡക്റ്റ് ആദ്യം തന്നെ നമുക്ക് എഴുതാം. ഇനി ഓക്സിജന്റെ എണ്ണം കാണണം. ഓക്സിജന്റെ എണ്ണം എങ്ങനെ കാണാം? ഇവിടെ എത്ര ഓക്സിജൻ ആയി നോക്കിയേ. ഇവിടെ 4 ഓക്സിജൻ ആയില്ലേ? 2CO2 എന്ന് പറഞ്ഞാൽ 2H2O എന്ന് പറഞ്ഞാൽ എത്രയാടാ? 2H2O എന്ന് പറഞ്ഞാൽ 2 ഓക്സിജനുമാണ്. അപ്പോൾ 2 4 6 ഓക്സിജൻ അല്ലേ ടോട്ടൽ റൈറ്റ് സൈഡിലുള്ളത്. അതിനെ ബാലൻസ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ ഓക്സിജന്റെ എണ്ണം 6 ഓക്സിജൻ ലെഫ്റ്റ് സൈഡിലും വേണം. 6 ഓക്സിജൻ കിട്ടണമെങ്കിൽ അതിന്റെ പകുതി ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 3O2 എന്നാണല്ലോ നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതിന്റെ നേരെ പകുതി ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചോ. കാർബൺ എത്രയാണോ അതിന്റെ എണ്ണം ഈക്വൽ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജൻ എത്രയാണോ അതിന്റെ പകുതി വാട്ടർ. പരിപാടി കഴിഞ്ഞു. ഇനി ടോട്ടൽ ഓക്സിജൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, അതിന്റെ പകുതി ഓക്സിജന്റെ അവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ആ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. CCH6 എന്ന് പറഞ്ഞാൽ ബെൻസീൻ ആണല്ലോ. എന്തായാലും റിയാക്ഷൻ നടക്കുന്നത് ഓക്സിജനുമായിട്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും വാട്ടറും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. ഇനി അതിന്റെ എണ്ണമാണ് പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധിച്ചു കണ്ടോ? 6 കാർബൺ ഉണ്ട്, 6 കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. 6 ഹൈഡ്രജൻ ഉണ്ട്, 3 വാട്ടറും കിട്ടും. ശരിയല്ലേ? ടോട്ടൽ എണ്ണണം. ഇവിടെ 12, ഇവിടെ 3, 12 3 15 അല്ലേ? അതിന്റെ പകുതി എഴുതണം ഇവിടെ. അപ്പൊ നിങ്ങൾ 15/2 തന്നെ എഴുതിയാൽ മതി. 15/2 O2 അല്ലെങ്കിൽ 7.5 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. റൈറ്റ് സൈഡിലുള്ള ഓക്സിജന്റെ നേർ പകുതി പുറത്ത് എഴുതുക. C4H10 ആണ്. എന്തായാലും ഓക്സിജനുമായിട്ടാണ് റിയാക്ഷൻ. ശരിയല്ലേ? ഓക്സിജനുമായിട്ടാണ് റിയാക്ഷൻ. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും വാട്ടറും കിട്ടും.
ഇനി എണ്ണം പറയണം. കാർബണിന്റെ എണ്ണം 4, അപ്പോൾ 4 കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജൻ എണ്ണം 10, അപ്പോൾ 5 വാട്ടർ. ഇവിടെ 8ഉം 5ഉം 13 ഓക്സിജനായി, അപ്പോൾ 13/2. ബാക്കിയുള്ള ഒരു 3 ഞാൻ നിനക്ക് വർക്ക് ഏൽപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്തോ. എല്ലാവരും ഒന്ന് വീഡിയോ പോസ്റ്റ് എഴുതിയെടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യും. ഞാൻ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്, തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളണം. C5H12 + O2 gives 5CO2 + 6H2O. ഇങ്ങനെയല്ലടാ വരിക. അപ്പോൾ ഇവിടെ 10ഉം 6ഉം 16ആയി, അതിൻ്റെ പകുതി 8 O2. നെക്സ്റ്റ് C4H8O2 + O2 gives 4CO2 + 4H2O. ഡീലല്ലേ? അപ്പോൾ 4 2 8, ഇവിടെ 12, അപ്പോൾ അതിൻ്റെ പകുതി 6. C3H6 + O2 gives 3CO2 + 3H2O. അപ്പോൾ ഇവിടെ 6ഉം ഇവിടെ 3ഉം 9, 9ന്റെ പകുതി 9/2. പരിപാടി കഴിഞ്ഞു. എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആളുകൾ ആൽക്കെയിൻ മാത്രമൊന്നുമല്ല. ആൽക്കെയിനുണ്ട്, ആൽക്കീനുണ്ട്, ആൽക്കൈനുണ്ട്, അതുപോലെ ബെൻസീനുമുണ്ട്. ഈ പറഞ്ഞ എല്ലാ ആളുകളെയും ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെയുള്ള റിയാക്ഷൻ. അതുകൊണ്ട് ആൽക്കൈനാണ് നമ്മുടെ ഹെഡിങ് എങ്കിലും കമ്പഷൻ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പം ഇനി വേറെ ഉള്ള ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ ഒക്കെ പറയുമ്പോൾ അവിടെയൊക്കെ NCERT കമ്പഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മളിനി അതൊന്നും പറയില്ല. അതെല്ലാം നമ്മളിവിടെ സംസാരിച്ച് തീർന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, റിയാക്ഷൻ 6, അരോമറ്റൈസേഷൻ. വെണ്ടക അക്ഷരത്തിൽ ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ച് റഫർ. എവിടെ പോയി റഫർ ചെയ്യണം? ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചതാണ്. എവിടെ? പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. ബെൻസീനിൻ്റെ പ്രിപ്പറേഷനിൽ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ബെൻസീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരു മെത്തേഡാണ് അരോമറ്റൈസേഷൻ. അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. ഓർഗാനിക് കെമിസ്ട്രി ഇങ്ങനെ റഫറുകൾ വന്നു തുടങ്ങി. റഫർ വന്നു തുടങ്ങിയാൽ ഇനി പെട്ടെന്ന് പോർഷൻ തീർന്നുള്ളൂ. കാര്യം ഇതൊക്കെ പഴയത് പറഞ്ഞു കഴിഞ്ഞത് ഇങ്ങനെ ഓർക്കാനേ ഇവിടെ ഉണ്ടാവുള്ളൂ. റിയാക്ഷൻ നമ്പർ 7 ഓക്സിഡേഷനാണ്. ഒരു 4 റിയാക്ഷൻ ഞാൻ അങ്ങോട്ട് പറയും. ആ 4 കാണാതെ അങ്ങോട്ട് പഠിക്കുക. ആദ്യത്തെ 3 മീഥൈനിനെ കുറിച്ചാണ്. മീഥൈനിലേക്ക് കോപ്പറും 523 കെൽവിൻ ടെമ്പറേച്ചർ ഉപയോഗിച്ചാൽ അത് മെഥനോൾ ആവും. സാറേ ഇതെങ്ങനെയാണ് പഠിക്കുക? ഒരു വർത്താനം എന്നോട് ചോദിക്കണ്ട, ഇതാണ് കാണാതെ പഠിക്കുക. ഈ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചല്ലോ. ഇനി ഉപയോഗിക്കുന്നത് MO2O3 മോളിബ്ഡിനത്തിൻ്റെ ഓക്സൈഡ് ആണെങ്കിൽ കിട്ടുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്. വാട്ടർ ബൈ പ്രൊഡക്റ്റ് ആണ്, ഫോർമാൽഡിഹൈഡ് ആണ് കിട്ടുക. അപ്പോൾ കോപ്പർ ബാർ 523 ഉപയോഗിക്കുന്ന എവിടെ? മീഥൈനിലേക്ക്. പ്രൊഡക്റ്റ് മെത്തനോൾ. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് MO2O3. അപ്പോൾ ആൽഡിഹൈഡ് കിട്ടും. അതിനേക്കാൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് മാംഗനീസ് അസറ്റേറ്റ്, MnCH3COO ട്വൈസ് എന്നാണ് വായിക്കേണ്ടത്. ഞാനതൊന്ന് വൃത്തിക്ക് എഴുതി തരാം കേട്ടോ മോനെ. ഞാനതൊന്ന് വൃത്തിക്ക് എഴുതി തരാം. അതാ വൃത്തിക്ക് എഴുതാൻ പറ്റൂല, എഴുതി വെച്ച സാധനം ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്. MnCH3COO ട്വൈസ്. ഇതാണ് ആ കോമ്പൗണ്ട്. അതിന് ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ മാംഗനീസ് അസറ്റേറ്റ് എന്നാണ് പേര് വിളിക്കുക. മാംഗനീസ് അസറ്റേറ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡേഷൻ നടന്നിട്ട് ഫോർമാൽഡിഹൈഡിന് പകരം ഫോമിക് ആസിഡ് ഇവിടെ ഉണ്ടാകുന്നത്. പഠിച്ചു വെച്ചു, ഫോമിക് ആസിഡ്. അപ്പോൾ CH4 എന്ന മീഥൈനിനെ 3 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളാക്കി മാറ്റാൻ 3 ഓക്സിഡേഷൻസ് സംഭവിക്കുകയാണ്. വീക്ക് ആയിട്ടുള്ള കോപ്പർ ബാർ 523 ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെഥനോൾ, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള MO2O3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ HCHO ഫോർമാൽഡിഹൈഡ്, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മാംഗനീസ് അസറ്റേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ HCOOH ഫോമിക് ആസിഡ്. നെക്സ്റ്റ് CH3 എന്ന് പറയുന്ന ഈഥൈനാണ്. ഈഥൈനിലേക്ക് ഈ പറഞ്ഞ മാംഗനീസ് അസറ്റേറ്റ്, നേരത്തെ ഉപയോഗിച്ച മാംഗനീസ് അസറ്റേറ്റ് ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? സ്വാഭാവികമായിട്ടും കാർബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ഒരു കാർബണിന് മാത്രം ഓക്സിഡേഷൻ നടക്കും. CH3COOH എഥനോയിക് ആസിഡ് കിട്ടും. എഥനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ് കിട്ടും. ശരിയല്ലേ? നേരത്തെ കിട്ടിയത് ഫോമിക് ആസിഡ് ആണ്, ഇപ്പോൾ കിട്ടിയത് അസറ്റിക് ആസിഡാണ്. അപ്പോൾ മാംഗനീസ് അസറ്റേറ്റിന്റെ നേരത്തെയുള്ള അതേ ഫംഗ്ഷനാണ് അയാൾ ഇവിടെയും ചെയ്തത്. പക്ഷെ ഒരു കാർബണിന് മാത്രമേ ഓക്സിഡേഷൻ നടന്നിട്ടുള്ളൂ എന്ന് മാത്രം പഠിച്ചു വെക്കുക. സ്പെഷ്യൽ ഓക്സിഡേഷൻസ് നമ്പർ 2 ഞാൻ പഠിപ്പിക്കും. 1 ഇവിടെ വരുന്നുണ്ട്, രണ്ടാമത്തത് പിന്നീട് വരും. എന്താണ് സ്പെഷ്യൽ ഓക്സിഡേഷൻ നമ്പർ 1? കേട്ടോളനെ. ടേർഷ്യറി ഹൈഡ്രജൻ KMnO4ന്റെ പ്രസൻസിൽ OH ആയിട്ട് മാറും. ചിന്തിക്ക്. ടേർഷ്യറി ഹൈഡ്രജൻ ആരാണ്? ടേർഷ്യറി ഹൈഡ്രജൻ എന്നൊക്കെ ഞാൻ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ടേർഷ്യറി കാർബണിന്റെ കൂടെയുള്ള ഹൈഡ്രജൻ ആണ് ടേർഷ്യറി ഹൈഡ്രജൻ. അതെന്തായിട്ട് മാറും എന്നാ പറഞ്ഞേ? പറ. KMnO4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ OH ആയിട്ട് മാറും, ആൽക്കഹോൾ ആയിട്ട് മാറും.
അപ്പോൾ നോക്കിയാൽ ഞാൻ താഴെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടില്ലേ കുഞ്ഞെ, ഇവിടെ നോക്കിയാൽ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. CH3 CH CH3 CH3 എന്ന് പറയുന്ന ഒരാൾ, ഇതിലെ ഒരു ഹൈഡ്രജന് ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം? അവൻ ടെർഷ്യറി ഹൈഡ്രജനാണ്. കാരണം എന്താ? ആ ഹൈഡ്രജൻ നിലനിൽക്കുന്ന കാർബൺ മറ്റു 3 കാർബണുകളുമായി ബന്ധമുണ്ട്. ഇത് ടെർഷ്യറി ഹൈഡ്രജൻ, ടെർഷ്യറി കാർബൺ ആണ്. ടെർഷ്യറി കാർബണിന്റെ കൂടെയുള്ള ഹൈഡ്രജൻ ടെർഷ്യറി ഹൈഡ്രജൻ. KMnO4 വന്നു, ഒന്നും നോക്കാനില്ല. CH3 സിംഗിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. ആ ടെർഷ്യറി കാർബണിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ OH ആയിട്ട് മാറും മോനെ, ഒന്നും നോക്കണ്ട, OH ആയിട്ട് മാറും. പഠിച്ചല്ലോ. എടാ ഈ KMnO4 ഇല്ലടാ, KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതിനൊരു ക്യാരക്ടറിസ്റ്റിക് കളറുണ്ട്. അപ്പോൾ ഈ റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ KMnO4ന്റെ കളർ അങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പോൾ ഒരു റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ളൊരു ടെസ്റ്റാണ് KMnO4 ഡീകളറൈസ് ആകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. KMnO4 ഡീകളറൈസ് ആകുന്നുണ്ടെങ്കിൽ അവിടെ ആ റിയാക്ഷൻ നടന്നു എന്നും, ആ KMnO4ന്റെ കളർ അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്നാണല്ലോ അർത്ഥം. KMnO4ന് ഡീകളറൈസേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ ആ റിയാക്ഷൻ നടന്നിട്ടില്ല എന്നുമാണ് അർത്ഥം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ഡീകളറൈസ് KMnO4? താഴെ പറയുന്ന കോമ്പൗണ്ടുകളിൽ ആർക്കാണ് KMnO4നെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഡീകളറൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് KMnO4വുമായിട്ട് റിയാക്ഷൻ നടത്താൻ പറ്റുക എന്നല്ലേ ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ടെർഷ്യറി ഹൈഡ്രജൻ ആണ് KMnO4ന്റെ പ്രസൻസിൽ OH ആയിട്ട് മാറുന്നത്. അപ്പോൾ താഴെ പറയുന്നതിൽ ആരാണ് ടെർഷ്യറി കാർബൺ ഉള്ളത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി ആണ്, ശരിയല്ലേ? ഇത് സെക്കൻഡറി ആണ്, ഇത് പ്രൈമറി ആണ്. ഇയാളിൽ ടെർഷ്യറി ഇല്ല. ഇതിൽ പ്രൈമറി ആണ്, ഇത് ടെർഷ്യറി ആണ്, ശരിയല്ലേ? ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് പ്രൈമറി. അപ്പോൾ ഒരു ടെർഷ്യറിയെ കണ്ടു കിട്ടി. ഇതാ ഇവിടെ ഒരു ടെർഷ്യറി ഉണ്ട്, ടെർഷ്യറി. അപ്പോൾ ടെർഷ്യറി കാർബൺ ഉള്ളത് കൊണ്ട് ഓപ്ഷൻ ബി, രണ്ടാമത്തെ ഓപ്ഷനിന് KMnO4നെ ഡീകളറൈസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സിക്ക് പറ്റില്ല, ഓപ്ഷൻ ഡിക്ക് പറ്റില്ല. എന്തുകൊണ്ട്? അവിടെയൊന്നും ടെർഷ്യറി കാർബണുകളില്ല. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മതി, ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പെഷ്യൽ ഓക്സിഡേഷൻ നമ്പർ 2, 2 ഓക്സിഡേഷൻ ആണല്ലോ. രണ്ടാമത്തെ ഓക്സിഡേഷൻ ഇതാണ്, ബെൻസൈലിക് ഹൈഡ്രജൻ. ആരടാ? ബെൻസൈലിക് ഹൈഡ്രജൻ. നേരത്തെ ഞാൻ പഠിപ്പിച്ചത് ടെർഷ്യറി ഹൈഡ്രജൻ, ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത് ബെൻസൈലിക് ഹൈഡ്രജൻ. ബെൻസൈലിക് ഹൈഡ്രജൻ ഉള്ള ഒരു കോമ്പൗണ്ടിന് KMnO4ന്റെ പ്രസൻസിൽ ആ ബെൻസൈലിക് ഹൈഡ്രജൻ ഉള്ള പാർട്ടിന് COOH ആക്കി മാറ്റാൻ പറ്റും. ബെൻസൈലിക് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ COOH ആക്കി മാറ്റാൻ പറ്റും. എടാ ഞാൻ 4 എക്സാമ്പിൾ കാണിച്ചു തരാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കിയേ, ടൊളുവിനാണ്. ഈ ടൊളുവിനിൽ ബെൻസൈലിക് ഹൈഡ്രജൻ ഉണ്ടോ? ഉണ്ട്. ഈ കാർബൺ ആണ് ബെൻസൈൽ കാർബൺ. എന്താ ബെൻസൈൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ? ബെൻസൈൽ കാർബണിലുള്ള ഹൈഡ്രജൻ ആണ്. അപ്പൊ ആരാ ബെൻസൈൽ കാർബൺ? ബെൻസീൻ റിങ്ങിലുള്ള കാർബൺ ആണോ? അല്ല, അത് ഫിനൈലാണ്. ബെൻസീൻ റിങ്ങിന്റെ തൊട്ടടുത്ത പൊസിഷനിൽ അഥവാ ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ ഒരു ഹൈഡ്രജൻ എങ്കിലും ഉണ്ടെങ്കിൽ അവിടെ KMnO4ന്റെ പ്രസൻസിൽ ആ ഒരു ഹൈഡ്രജൻ എങ്കിലും ഉള്ള കോമ്പൗണ്ട് CH3 എന്നത് കംപ്ലീറ്റ്ലി COOH ആയിട്ട് അങ്ങോട്ട് മാറും. CH3 എന്ന ഗ്രൂപ്പ് COH ആയി മാറും. അറ്റ്ലീസ്റ്റ് ഒരു ഹൈഡ്രജൻ ഉണ്ടായാൽ മതി, ഒരു ഹൈഡ്രജൻ എങ്കിലും ഉണ്ടായാൽ മതി. മനസ്സിലായല്ലോ? ആ മൊത്തത്തിലുള്ള ഗ്രൂപ്പ് COOH ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഉണ്ടോ നോക്കിയേ, ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പാ. അപ്പൊ ഇവിടത്തെ കാർബൺ അല്ലേടാ ബെൻസൈൽ കാർബൺ, അതിന്റെ കൂടെ 2 ഹൈഡ്രജൻ ഇനിയുമുണ്ട്. ഒന്നും നോക്കണ്ട, KMnO4ന്റെ പ്രസൻസിൽ അത് COOH ആയിട്ട് മാറും. സാറേ ഒക്കണില്ലല്ലോ? ഒക്കൂലായിരിക്കും. എന്താ നിനക്ക് ഒക്കാത്തത്? ഇവിടെ 2 കാർബൺ ഉണ്ട്, ഇവിടെ 1 കാർബണേ ഉള്ളൂ. ഒന്നും നോക്കണ്ട, കംപ്ലീറ്റ് നോക്കൗട്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ ഇനി എത്ര കാർബൺ ഉണ്ടെങ്കിലും, 1000 കാർബൺ ഉണ്ടെങ്കിലും ശരി, ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഒരു ഹൈഡ്രജൻ എങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് വാലൻസീസ് വിൽ ബി കംപ്ലീറ്റ്ലി നോക്ക്ഡ് ഔട്ട്. കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് പോകും. എന്നിട്ട് ആ ഗ്രൂപ്പ് മൊത്തത്തിൽ COOH ആയിട്ട് മാറും. പഠിച്ചല്ലോ? ആ CH3 ഒക്കെ വേറെ ഏതോ വഴിക്ക് പോയി, വേറെ എന്തൊക്കെയോ പ്രൊഡക്റ്റ് ആയി. അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇതാ അവിടെ നോക്കിയേ, ഇയാളുടെ പേര് ക്യുമീൻ എന്നാണ്. ആരടാ? ക്യുമീൻ. ക്യുമീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിൽ ഒരു CH3 ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് വരുന്ന ആളെ വിളിക്കുന്ന പേരാണ് ക്യുമീൻ. ഈ ക്യുമീനിലും ഉണ്ടല്ലോ ഒരു ബെൻസൈൽ ഹൈഡ്രജൻ. എന്താ? ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒറ്റൊന്നേ ഉള്ളൂ, പക്ഷെ ഒരെണ്ണം ഉണ്ട്. അപ്പൊ KMnO4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണെങ്കിലും മതിയടേ, ബാക്കിയുള്ള എല്ലാ ആളുകളെയും നോക്കൗട്ട് ചെയ്തിട്ട് ദി പ്രൊഡക്റ്റ് വിൽ ബി ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് കിട്ടും. പഠിച്ചോ? COOH ആയിട്ട് മാറും. ഇതൊക്കെ കേട്ട് ഈ 3 ആൾക്കാർ പോയി 3 പേർക്കും ബെൻസോയിക് ആസിഡ് ആയിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ചു എന്ന് കേട്ടിട്ട് വേറൊരുത്തും വന്നേക്ക് നോക്കിയേ, ബെൻസീൻ റിംഗിന്റെ മുകളിൽ ഒരു കിരീടമൊക്കെ വെച്ചിട്ട്. ഇവന് KMnO4ന്റെ പ്രസൻസിൽ റിയാക്ഷൻ ഉണ്ടോ? റിയാക്ഷൻ ഇല്ല. അയാളെ KMnO4 മൈൻഡ് ആക്കൂല. എന്താ കാര്യം? അതിലെന്തില്ലടാ പറ? ബെൻസൈൽ ഹൈഡ്രജൻ ഇല്ല. ബെൻസൈൽ കാർബൺ ഉണ്ട്, പക്ഷെ അതിൽ ഹൈഡ്രജൻ ഇല്ല. ആ ഹൈഡ്രജനൊക്കെ ഒരു കാലത്ത് വിറ്റ് തൊലച്ച് വേറെ CH3യുമായിട്ടൊക്കെ പാടില്ലാത്ത ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി COOH ആയിട്ട് മാറണമെന്ന് അലമുറയിട്ടിട്ട് കാര്യമുണ്ടോ? ബെൻസോയിക് ആസിഡായി മാറാൻ ഒരു നിർവാഹവുമില്ല. KMnO4 മൈൻഡ് ആക്കില്ല.
പൈറോളിസിസ് 9 റിയാക്ഷനിൽ 8ാമനാണ്. ഓൾസോ നോൺ ആസ് ക്രാക്കിംഗ്. പൈറോളിസിസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രാക്കിംഗ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രാക്കിംഗ്. എന്താണ് ക്രാക്കിംഗ്? ഡ്യൂറിങ് ക്രാക്കിംഗ് റാൻഡം ഫിഷൻ ഓഫ് കാർബൺ ബോണ്ട് ടേക്ക് പ്ലേസ്. ഒരു വലിയ കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ, കാർബൺ മോളിക്യൂൾ ഉണ്ടെങ്കിൽ, ഒരുപാട് കാർബണുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കണക്ഷൻ ആയിട്ട് പറയാൻ ലിങ്കുകൾ ഉണ്ടാവുമല്ലോ. ഇതിലേത് വേണമെങ്കിലും പൊട്ടാം, റാൻഡം ആയിട്ട് പൊട്ടാം. ഏതെന്നൊന്നും സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പഠിച്ചല്ലോ. അപ്പൊ റാൻഡം ആയിട്ട് ബോണ്ട് പൊട്ടിപ്പോകുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ക്രാക്കിംഗ്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് തെർമൽ ക്രാക്കിംഗ്, മറ്റൊന്ന് കാറ്റലിറ്റിക് ക്രാക്കിംഗ്. പേര് കേട്ടാൽ അറിയാം. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മളവിടെ ബോണ്ട് പൊട്ടിക്കുന്നത്. അത് നോട്ട് സ്പെസിഫിക് ആണ്. പഠിച്ചോളണം, നോട്ട് സ്പെസിഫിക്. എന്താണ് നോട്ട് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ? ഒരു 10 ബോണ്ട് ഉണ്ടെങ്കിൽ അതിലേത് വേണമെങ്കിലും പൊട്ടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ പൊട്ടുമെന്ന് പ്രത്യേകം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കാറ്റലിറ്റിക് ക്രാക്കിംഗ് ആണെങ്കിൽ സംവാട്ട് ഇറ്റ് ഈസ് സ്പെസിഫിക്, കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. ഓർത്ത് വെച്ചോളണം. അപ്പൊ തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ചൂടാണ് കൊടുക്കുക, കണ്ണടച്ചാൻ ചൂട് കൊടുക്കുക, എവിടെ വേണേലും പൊട്ടാം. പക്ഷെ കാറ്റലിറ്റിക് ക്രാക്കിംഗ് എന്ന് പറഞ്ഞാലും റിയാക്ഷൻ സെയിം ആണെങ്കിലും കുറച്ചുകൂടെ നമുക്ക് പൊട്ടുന്ന ബോണ്ട് ഏതാണെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ തെർമൽ ക്രാക്കിംഗ് ആണോ കാറ്റലിറ്റിക് ക്രാക്കിംഗ് ആണോ നല്ലത്? കാറ്റലിറ്റിക് ക്രാക്കിംഗ് ആണ് നല്ലത്. ഈസ് പ്രിഫേർഡ്. അതാണ് പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ദി ക്രാക്കിംഗ് സൈറ്റ് ക്യാൻ ബി കൺട്രോൾഡ്. എവിടെയാണ് പൊട്ടേണ്ടതെന്ന് കുറച്ചുകൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ ഓർത്ത് വെച്ചോളണേ. SiO2, Al2O3, സിലിക്ക, അലൂമിന. ഓർത്ത് വെച്ചോളണം. എക്സാമ്പിൾ നോക്കിയേടാ. ബോണ്ട് പൊട്ടുമ്പോൾ ശരിക്കും ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ഒന്നുമല്ല, പറയാൻ വേണ്ടി പറയാണ്. ബോണ്ട് പൊട്ടുമ്പോൾ ശരിക്ക് ഒരാൾ സിംഗിൾ ബോണ്ടും മറ്റൊരാൾ ഡബിൾ ബോണ്ടൊക്കെ ആയാണ് മാറുക. പക്ഷെ ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ജനറലി നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം ഉള്ള കാറ്റിനേഷൻ, ഹൈഡ്രോജിനേഷൻ നടത്താൻ സാധ്യതയുള്ള പറ്റുന്ന കാറ്റലിസ്റ്റുകളെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഡബിൾ ബോണ്ടും ഉണ്ടാകുന്ന മുറക്ക് തന്നെ സിംഗിൾ ബോണ്ടായിട്ട് മാറും. സപ്പോസ് ഈ ബോണ്ടാണ് പൊട്ടുന്നത് എന്ന് വിചാരിക്കുക. ഏത് ബോണ്ട് വേണമെങ്കിലും പൊട്ടാം. ഇപ്പൊ ഈ CH3, CH2, CH2, CH3 എന്നതിൽ ഏത് ബോണ്ട് വേണമെങ്കിലും പൊട്ടാം. അപ്പോൾ ഈ ബോണ്ടുമാണ് പൊട്ടുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 എന്നല്ലേ? 2 കാർബൺ. മനസ്സിലായല്ലോ. അപ്പൊ 2 കാർബണിൽ വേണ്ടത്ര ഹൈഡ്രജൻ എവിടെ നിന്ന് കിട്ടി? വേണ്ടത്ര ഹൈഡ്രജൻ ഈ നിക്കലാണ് കൊടുത്തത്. മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ലെഫ്റ്റിൽ 2 കാർബൺ, റൈറ്റിലും 2 കാർബൺ. അപ്പൊ CH3 പ്ലസ് CH3. അങ്ങനെയല്ല പ്രൊഡക്റ്റ് ഉണ്ടാവുക. CH3 പ്ലസ് CH3 2 മോളിക്യൂൾ ഈഥെയിൻ കിട്ടും. ശരിയല്ലേ? സപ്പോസ് ആ ബോണ്ടല്ല പൊട്ടിയത് എന്ന് വിചാരിക്കുക. ഈ ബോണ്ടല്ല പൊട്ടിയത്. പിന്നെ ഏതാ? 1ാമത്തെ ബോണ്ടാണ് പൊട്ടിയത് എന്ന് വിചാരിക്കുക. ഈ ബോണ്ടാണ് പൊട്ടിയത് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് കിട്ടുക? പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? 1ാമത്തെ ഫ്രാഗ്മെന്റിൽ 1 കാർബണേ ഉള്ളൂ, CH4. 2ാമത്തെ ഫ്രാഗ്മെന്റിൽ 3 കാർബൺ ഉണ്ട്, CH3 സിംഗിൾ ബോണ്ട്, CH2, CH3. അപ്പൊ ഈ റിയാക്ഷൻ ഒന്നും അത്രമാത്രം ഇമ്പോർട്ടന്റ് അല്ല. പഠിച്ചു വെച്ചോളണം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ക്രാക്കിങ്ങിൽ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതും ഇനി പറയുന്നതൊക്കെ ഒന്നും ഇങ്ങനെ മൈൻഡിൽ കൊടുത്താൽ എൻട്രൻസിന് അത്ര മതി. ക്രാക്കിങ്ങിന്റെ ഇന്റർമീഡിയറ്റ് ഫ്രീ റാഡിക്കലാണ്. പഠിച്ചു വെച്ചോ. ലോ ക്വാളിറ്റി ഫ്യൂവൽ. ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത ഫ്യൂവലിനെ ഹൈ ക്വാളിറ്റി ഫ്യൂവലാക്കി മാറ്റാൻ ഒരു പ്രോസസ്സ് നടത്തും. ആ പ്രോസസ്സിന്റെ പേരാണ് നമ്മളിപ്പോൾ പഠിച്ച ക്രാക്കിംഗ്. ക്രാക്കിംഗ് നടത്തി കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി ഫ്യൂവൽ എന്തായി മാറും? ഹൈ ക്വാളിറ്റി ഫ്യൂവലായി. അതെന്താ? ലോ ക്വാളിറ്റി ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ആരാണ്? മോർ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളവനാണ്. ലോങ് കാർബൺ ചെയിൻ ഒക്കെ ഉള്ള ഫ്യൂവലുകളൊക്കെ ലോ ക്വാളിറ്റി ഫ്യൂവലാണ്. അപ്പൊ ക്രാക്കിംഗ് നടത്തി കഴിഞ്ഞാൽ അതിങ്ങനെ റാൻഡം ആയിട്ട് അവിടെയും ഇവിടെയൊക്കെ പൊട്ടിച്ചിട്ട് ചെറിയ ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റുമല്ലോ. ചെറിയ ഹൈഡ്രോ കാർബൺസ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഫ്യൂവലാണ്. ഞാൻ പണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാർബൺ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് ഫ്യൂവൽ പൊട്ടൻഷ്യൽ കുറയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലെസ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള കോമ്പൗണ്ടുകൾ കിട്ടും. ആ ലെസ് നമ്പർ ഓഫ് കാർബൺ ആറ്റം കിട്ടുന്ന പരിപാടിയെ നമ്മൾ വിളിക്കുന്ന പേരാണല്ലോ ക്രാക്കിംഗ്. അപ്പോൾ ഡ്യൂറിങ് ക്രാക്കിംഗ് ലോ ക്വാളിറ്റി ഫ്യൂവൽ ആർ കൺവേർട്ടഡ് ഇൻ ടു ഹൈ ക്വാളിറ്റി ഫ്യൂവൽ. ഓർത്ത് വെച്ചോളാം. തിരിച്ചു ചോദിക്കാം, ലോ ക്വാളിറ്റി ഫ്യൂവലിനെ ഹൈ ക്വാളിറ്റി ഫ്യൂവൽ ആക്കി മാറ്റാൻ എന്താ ചെയ്യാന്ന് ചോദിക്കും. ലാസ്റ്റ് റിയാക്ഷൻ വിത്ത് സ്റ്റീം പരിപാടി കഴിഞ്ഞു. റിയാക്ഷൻ വിത്ത് സ്റ്റീം ഭയങ്കര സിമ്പിളാ. മീഥൈൻ ഇല്ലടാ, വാട്ടറിന്റെ പ്രസൻസിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഈ നല്ല ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്, 100 ഡിഗ്രിയുടെ മുകളിൽ ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ വാട്ടർ സ്റ്റീം ആയിട്ട് മാറുക. ഒന്നുമില്ല, ഈ കാർബണും ഈ ഓക്സിജനും കയറി പിടിക്കും. കാർബൺ ഓക്സിജനെ കയറി പിടിച്ചാൽ കാർബൺ മോണോക്സൈഡ് ആയില്ലേ. ബാക്കി ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ടോട്ടൽ 6 ഹൈഡ്രജൻ ഉണ്ടാകും. ആ 6 ഹൈഡ്രജനെയാണ് ഞാൻ 3H2 എന്ന് പ്രൊഡക്റ്റ് എഴുതിയത്. എടാ, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും അല്ലേ പ്രൊഡക്റ്റ്. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ പ്രൊഡക്റ്റിനെ നമ്മൾ എന്താ പേര് വിളിക്കുക എന്ന് നമുക്കറിയാം. ഇതിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ്.
എന്താ കുഞ്ഞെ? വാട്ടർ ഗ്യാസ്. അല്ലെങ്കിൽ ഇതിനെ സിന്തസിസ് ഗ്യാസ് എന്ന് പേര് വിളിക്കും, അല്ലെങ്കിൽ ഇതിനെ സിൻ ഗ്യാസ് എന്നും പേര് വിളിക്കും. പഠിച്ചില്ലേ? വാട്ടർ ഗ്യാസ്, സിന്തസിസ് ഗ്യാസ് ഓർ സിൻ ഗ്യാസ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മിക്സർ ആണ് വാട്ടർ ഗ്യാസ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ മീഥെയിനും സ്റ്റീമും തമ്മിൽ റിയാക്ട് ചെയ്താൽ വാട്ടർ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറക്കാതിരിക്കാൻ ഞാൻ എഴുതി വെച്ചാൽ ആരാണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് വെറുതെ ഒന്ന് പഠിച്ചു വെച്ചോളനെ. കാർബൺ മോണോക്സൈഡും നൈട്രജനും തമ്മിലുള്ള മിക്സറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. കഴിഞ്ഞു. അപ്പോൾ ആൽക്കേനിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു. ഇനി ആൽക്കീനിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് അടുത്ത വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.